പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അണയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ ആകുലതകളും വേദനകളും സന്തോഷങ്ങളും നമ്മുടെ ദുരിതങ്ങളും എല്ലാം ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം പലപ്പോഴും ഈ ഒരു സ്നേഹബന്ധത്തിൽ ഇടർച്ച വരുമ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും നമ്മുടെ വീട്ടുകാരുടെ ഇടയിലും അല്ലെങ്കിൽ സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന പല ആൾക്കാരുടെയും സ്നേഹബന്ധം അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പലപ്പോഴും മുറിവേൽപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതിനേതെങ്കിലും കോട്ടം സംഭവിക്കുമ്പോഴോ നമുക്കറിയാം എത്രത്തോളം വേദന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള കാര്യം. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഇത്രയും നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആരുണ്ട് നമ്മുടെ ജീവിതത്തിൽ? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഓരോ നിമിഷവും ചേർത്ത് പിടിക്കുകയും ആ ഒരു സ്നേഹത്താൽ ഓരോ നിമിഷവും നമ്മളെ പിന്തുടരുകയും ചെയ്യുന്ന ആരാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? പലപ്പോഴും ഈ ഒരു സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. ഈ കാരുണ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പരാതികളും പരിഭവങ്ങളും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്താറ്. ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പണ്ടത്തെ പോലെ നീ ഇടപെടുന്നില്ല എന്നുള്ള പരാതികളും പരിഭവങ്ങളും പലപ്പോഴും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് ഈ ഒരു ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലിരുന്നു കൊണ്ട് ഒരു ദിവ്യകാരണ ആരാധനയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളും മനസ്സും നമ്മളെ തന്നെ സർവസ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഈ സ്നേഹബന്ധം എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഞാൻ ധൈര്യത്തോടെ എടുത്തുവെന്ന്. കാരണം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കുമ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിന് പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. കൊറിന്തോസിലെ സഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൊറിന്തോസ് പഴയൊരു കച്ചവട നഗരമായിട്ട് നിലകൊണ്ടപ്പോൾ ആദ്യമേ ദൈവസ്നേഹത്താൽ ഉറച്ചു നിന്നിരുന്ന ഒരു മനുഷ്യഗണമായിരുന്നു അവരോരോരുത്തരും. പക്ഷേ പലയിടങ്ങളിൽ നിന്നായി അവർ ഓരോരുത്തരും കടന്നു വന്ന് കൊറിന്തോസിലെ ആ ഒരു കച്ചവട നഗരത്തിൽ ജീവിച്ചു മുന്നേറി പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ജീവിതത്തിൻ്റെ ഏതാനുള്ള പല വിജയങ്ങളും കടന്നു വന്നപ്പോൾ അവരേറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചതും അവർ ജീവിതത്തിൽ സ്വീകരിച്ചതും ലാഭമാണ്. കാരണം ഒരു കച്ചവടക്കാരനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ പരിശോധിക്കുന്നതും നിലകൊള്ളുന്നതും ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്തും കാലഘട്ടത്തിലുമാണ്, അല്ലെങ്കിൽ ദൈവത്തെ മറഞ്ഞു നിന്ന സമയത്താണ് പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് അവർ കാര്യം എഴുതുന്നത്, സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല. ലേഖനഭാഗത്ത് ഈ സ്നേഹസങ്കീർത്തനം പലപ്പോഴാണ് നമ്മൾ ഉരുവിടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതവും ഒരു സ്നേഹസങ്കീർത്തനമായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പറയുന്നത് പോലെ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യൻ. ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചറിയേണ്ടതും അതുതന്നെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് പിന്തുടരുന്നത്? അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൽ ഞാൻ നിലകൊള്ളുമ്പോൾ ഞാൻ ഏതൊക്കെ അവസ്ഥയിലാണ് ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നത്? ഇന്ന് ഈശോയുടെ ഉയരത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒരു സ്നേഹ സങ്കീർത്തനമായിട്ട് ഞാൻ നിലകൊള്ളേണ്ട സമയത്ത് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത്? അല്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, സ്നേഹമില്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും സ്നേഹം തന്നെയാണ്. പക്ഷേ എപ്പോഴൊക്കെ ഈ സ്നേഹബന്ധത്തിൽ നമ്മൾ അകന്നു പോകുന്നുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു സ്നേഹബന്ധത്തിൽ ഞാൻ ആഴപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ദിവ്യകാരുടെ നാഥന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും അണയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്നേഹമായിട്ട് മാറിയ നിമിഷങ്ങളാണ് തമ്പുരാൻ. പക്ഷേ
ഈ സ്നേഹത്തെ ആശ്ലേഷിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും തിരിച്ചറിയേണ്ടത് എൻ്റെ സ്നേഹബന്ധം അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഇന്ന് ഈശോനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം എന്നോളം എൻ്റെ ഉള്ളിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൃപയുടെയും പ്രേക്ഷിതരായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ ഒരു പ്രേക്ഷിത ദൗത്യത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി നിലകൊള്ളുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഏറ്റക്കുറച്ചിലുകളും ബഹളങ്ങളും സന്തോഷക്കുറവൊക്കെ സംഭവിക്കുമ്പോഴും തമ്പുരാൻ പലപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ കുമ്പസാരത്തിലണയുമ്പോൾ അന്താപ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അന്ന് ഒരു പാപിനിയായ സ്ത്രീയെ പിടിച്ച് തമ്പുരാൻ പറഞ്ഞു കൊടുത്ത കാര്യം, ഇനിമേൽ നീ പാപം ചെയ്യരുത്, പോയിക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. കാരുണ്യത്തോടുകൂടി ഓരോ നിമിഷവും നമ്മളെ ചേർത്ത് പിടിക്കുമ്പോഴും ആ ഒരു കാരുണ്യം അനുഭവിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു മുന്നേറുമ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ സ്നേഹത്തെ വെല്ലുവിളിയോടുകൂടി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ സ്നേഹത്തിൽ നമ്മൾ അകന്നു പോകുന്നുണ്ട്. ഇന്ന് ഈശോയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യാജ സ്നേഹ സംഭാഷണമാണോ അല്ലെങ്കിൽ വ്യാജ സ്നേഹ ബന്ധമാണോ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് പലപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കുന്നത്? ആ തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം. കാരണം പലപ്പോഴും കർത്താവേ കർത്താവ് എന്ന് വിളിച്ചപേക്ഷിക്കുന്നവൻ, കാരണം സർവ്വസാധാരണമാണ് നമ്മുടെ ഇടയിൽ. പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോഴായിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ആന്തരികമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെയും നമ്മുടെ ബന്ധുമിത്രാദികളുടെ ബന്ധങ്ങൾക്കും അപ്പുറം ആത്മീയമായിട്ട് നമ്മൾ തമ്പുരാൻ്റെ ജീവിതത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ എത്രത്തോളം എൻ്റെ തമ്പുരാൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു, എൻ്റെ തമ്പുരാൻ എത്രത്തോളം എന്നെ സ്നേഹത്തോടെ ഓരോ നിമിഷവും എന്നെ പരിപാലിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാതെ വരുമ്പോൾ നമ്മളും പരാതിയോട് കൂടിയിട്ടാണ് ഓരോ സാഹചര്യവും കാണുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, സ്നേഹത്തോടു കൂടി തമ്പുരാൻ ഓരോ നിമിഷവും നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് വളരെ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. ഇന്ന് ഈ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ അവിടുന്ന് സ്നേഹിച്ചു, അതിൻ്റെ അവസാനത്തോളം എന്നെ സ്നേഹിച്ചു. ഓരോ നിമിഷവും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ്. ഞാൻ തമ്പുരാനെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പരിശോധിക്കുന്ന ഓരോ നിമിഷത്തിലും എത്രത്തോളം ആ ഒരു സ്നേഹബന്ധത്തിൽ എനിക്ക് ആഴപ്പെടാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണമെന്നുണ്ട്. ഇന്ന് ഈ ഒരു നിമിഷം ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്കും നിയോഗങ്ങളുടെ മേൽ പ്രാർത്ഥനകളുടെ മേൽ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കും നമ്മളെ തന്നെ ചേർത്ത് പിടിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ കുടുംബാവസ്ഥകളിലേക്കും എൻ്റെ സാഹചര്യങ്ങളിലേക്കും അങ്ങയുടെ അനന്തമായ കരുണ വർഷിക്കണമേ. അങ്ങയുടെ കരുണ അനന്തമായ സ്നേഹവും വാത്സല്യവും കൃപയും ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലേക്കും വർഷിക്കണമേ. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നവരെ ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അർത്ഥനകളും ഹൃദയാഭിലാഷണങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഇരുവാൾത്താരകളിൽ ചേർത്ത് വയ്ക്കുമ്പോൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി പദ്ധതികൾ മെനയുന്നുണ്ട്. അതിൻ്റെ നാശത്തിനുള്ളതല്ല, എൻ്റെ ക്ഷേമത്തിനുള്ളതാണ്. എനിക്ക് ഏറ്റവും നല്ലത് എന്നുള്ളത് തമ്പുരാൻ എനിക്ക് തരും. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം, ആ ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം, ആ വിശ്വാസത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ദൈവസന്നിധിയിൽ ദിവ്യകാരുണ്യനാഥൻ അത്ഭുതം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് നമ്മൾ തന്നെ തമ്പുരാനെ വിട്ടുകൊടുത്ത് നമ്മുടെ ദ്യോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം അപ്പം നമ്മുടെ ജീവിതത്തിലേക്കും അവിടുത്തെ കരുണ വർഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.